ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബൈഡൻ തന്നെയും പല വിഷയങ്ങളിലും എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് ഒരു നടപടി സ്വീകരിക്കുക, ഇതൊക്കെ ഏകദേശം പലർക്കും ഊഹിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ട്രംപിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. അയാൾ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ട്രംപിൻ്റെ പവറും എന്നാണ് പല മുൻനിര വിദേശ മാധ്യമങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ട്രംപ് കയറുമെന്ന് ഉറപ്പായതോടെ എല്ലാവരും പീസ് അല്ലെങ്കിൽ നെഗോഷിയേഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷത്തേക്ക് നമുക്ക് സമാധാനം, വിട്ടുവീഴ്ച, അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാം. വേറെ ആരെങ്കിലും ഇപ്പോൾ ബൈഡനെ പോലെയോ അല്ലെങ്കിൽ കമലയെ പോലെയോ ഒക്കെ ആരെങ്കിലും US പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അന്നേരം തനിനിറം പുറത്തെടുക്കാം എന്നുള്ള രീതിയിൽ പലരും ഒതുങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഹമാസിന്റെ കാര്യം തന്നെ എടുക്കുക. ഹമാസിന്റെ എണ്ണമില്ലാത്ത ലീഡേഴ്സിനെയും അല്ലെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞാണ് ഓരോരുത്തരായിട്ട് തീർക്കുന്നത്. അത് ഓരോ തവണയും വലിയ വാർത്തകളാകുന്നു. അപ്പോൾ ഒന്നും വലിയ വിട്ടുവീഴ്ച അല്ലെങ്കിൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹമാസിന്റെ നേതൃത്വം പോലും ട്രംപ് ജയിച്ചു എന്ന് ഉറപ്പായതിന് തൊട്ടു പുറമെ സമാധാനം എന്നുള്ള രീതിയിലേക്ക്. ഹമാസിന്റെ ഏറ്റവും പ്രധാന ലീഡർമാരിൽ ഒരാളാണ് ബാസിം നെയ്ം. അദ്ദേഹം ഖത്തറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇദ്ദേഹമാണ്, ഈ പ്രധാന ലീഡറാണ് ഇപ്പോൾ ഈ ഒരു സമാധാന ആശയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഹമാസ് ഗാസ സ്ട്രിപ്പിൽ തന്നെ ഞങ്ങൾ അങ്ങ് ഒതുങ്ങിക്കോളാം, പക്ഷേ ഞങ്ങൾ ആയുധം താഴ്വയ്ക്കില്ല, ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ഇനിയും തുടരും, പക്ഷേ നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ആകാം, ഞങ്ങൾ ഇനി കളിക്കാനില്ല, നിങ്ങളും കളിക്കരുത് എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഹമാസിൻ്റെ ഒരു പ്രധാന ലീഡർ തന്നെയാണ്. അതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. 2ാം ഊഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ട്രംപ് എത്തുന്നു. ലോകമെമ്പാടും ഇത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് അറിയും? നമ്മുടെ ന്യൂസ് ചാനലുകൾ പോലും പക്ഷം പിടിച്ചും പരസ്പരം ചെളിവാരി എറിഞ്ഞുമൊക്കെയാണ് ഇത്തരത്തിലുള്ള മിക്ക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇന്റർനെറ്റ് വിരൽത്തുമ്പിൽ ലഭ്യമായ ഈ കാലത്ത് നമുക്കിവിടെ അനുഗ്രഹമാകുന്ന ഒരു സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നിങ്ങൾക്കറിയേണ്ട വിഷയത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ ലഭ്യമായ ആയിരക്കണക്കിന് വീഡിയോകളും ലേഖനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കണ്ട് അതൊക്കെ പഠിച്ച് അവയിൽ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി കൃത്യമായി അപഗ്രഥിച്ച് വളരെ ചുരുക്കത്തിൽ AI നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ നിസ്സാരമായ ഈ ഒരു കാര്യത്തിന് പോലും AI എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ മേഖലകളിലും AI സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, ഫിലിം പ്രൊഡക്ഷൻ, ആ പട്ടിക അങ്ങനെ നീളുകയാണ്. ഇനിയുള്ള കാലത്ത് AI എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെടാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ടാണ് ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് ഉപയോഗിച്ച് AI ടെക്നോളജിയിൽ പ്രാവീണ്യം നേടുന്നത് വളരെ മികച്ച ഒരു തീരുമാനമാകുന്നത്. സാധാരണയായി ഇതൊരു പണമടച്ചുള്ള പരിശീലനമാണ്. എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി പോയി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1500 പേർക്ക് ഈ ക്ലാസ് സൗജന്യമായി അറ്റൻഡ് ചെയ്യാം. 20-ലധികം AI ടൂളുകളും ChatGPT ഹാക്കുകളും ഉപയോഗിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ ജോലി കൂടുതൽ എളുപ്പത്തിലും വേഗതയിലും കാര്യക്ഷമവുമൊക്കെ ആയിട്ട് ചെയ്യാൻ സാധിക്കുക, ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യുക, മിനിറ്റുകൾക്കുള്ളിൽ സങ്കീർണമായ വളരെ വലിയ ഡേറ്റാസ് വിശകലനം ചെയ്യുക, മികച്ച ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുക, ഒരു വ്യക്തിഗത ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തന്ത്രം രൂപപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്ന സമഗ്രമായ ഒരു 3 മണിക്കൂർ സെഷനാണിത്. ടെക്കികൾക്ക് മാത്രമല്ല, നിങ്ങൾ മാർക്കറ്റിംഗ്, സെയിൽസ്, HR അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണിത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക. പരിശീലനത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളും വിശദാംശങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രമാണ് ഈ കോഴ്സ് സൗജന്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യം അറഞ്ചം പുറഞ്ചം ഇത്രയും ആക്രമണങ്ങളും അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ഇവരുടെ പ്രധാന ലീഡർമാരെ എല്ലാം 1, 2, 3 എന്ന് വെച്ച് തട്ടിയിട്ടും പേടിക്കാത്ത ഹമാസിന്റെ ലീഡർഷിപ്പ് ട്രംപ് ഭരണത്തിൽ കയറി എന്ന്, അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം തുടങ്ങുന്നത് ട്രംപിന്റെ അധികാരത്തോടെ ആയിരിക്കും അമേരിക്കയിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന? അവർ പേടിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ആയിരിക്കില്ല ഇനി കളികൾ എന്നുള്ളത് അതിൽ ഹമാസിന് പോലും ഒരു സംശയവുമില്ല. ജനുവരി 20-ന് ശേഷം നടക്കുന്നതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമിനെ അമേരിക്ക പോലെയുള്ള രാജ്യം, അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിക്കുന്നത്. അമേരിക്ക അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അതായത് ഈ ജെറുസലേം പോലെ ഇത്രയും പ്രശ്നമുള്ള ഒരു പ്രദേശത്തെ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് അംഗീകരിച്ചത് ട്രംപാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് അന്ന് കിട്ടാനില്ല.
അതേ ട്രംപ് തന്നെ രണ്ടാം ഊഴത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഡു വാട്ട് എവർ യു വാണ്ട് എന്നുള്ള രീതിയിലാണ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇനി ഇറാന്റെ കാര്യമാണ് മറ്റൊന്ന്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹമാസ് അല്ലെങ്കിൽ ഹെസ്ബുള്ള, ഹൂത്തീസ് റിബൽ യമനിൽ, അങ്ങനെ എന്തൊക്കെ വള്ളി പരിപാടികളുണ്ടോ അതൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയാം. അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടാണ് ഈ ബാക്കിയുള്ളതിലും കൂടെ തലയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഒന്ന് മയപ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. സൗദി രാജഭരണ MBS ഇതിലൊന്നും ഇടപെടാതെ, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം വലിയ ബിസിനസ് ട്രിപ്പുകളൊക്കെയാണ് എന്നൊക്കെ ഓരോ ആക്ഷേപങ്ങളുള്ളപ്പോൾ ഈയിടെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇസ്രായേലി ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അത്രയൊക്കെ അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ പോലെയുള്ള ഒരു രാജ്യം പരസ്യമായിട്ട് ഇവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇറാൻ പോലും ഈ ട്രംപ് കസേരയിലോട്ട് കയറുന്നു എന്ന് കണ്ടപ്പോൾ പേടിച്ചിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല പേടിച്ചിരിക്കുകയാണ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം എന്താണ്? ഇറാന്റെ അംബാസിഡർ ഇലോൺ മസ്കുമായിട്ട് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നടത്തി. ഇതൊരു നിസ്സാര കാര്യമല്ല. ട്രംപിന്റെ സ്വന്തം ആളാണ് മസ്ക്. അപ്പോൾ മസ്കിനോട് പറഞ്ഞിട്ട് ഒന്ന് മയത്തിലൊക്കെ വേണേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേക്കണമെന്നൊക്കെയുള്ള രീതിയിലാണ്. കാരണം ഇവർ തമ്മിലുള്ള ഈ ട്രംപ് അധികാരത്തിലെത്താൻ ഇലോൺ മസ്കിന്റെ പങ്ക് എന്താണ്? അത് പബ്ലിസിറ്റി ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഫണ്ടിന്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. മസ്കിന് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആവാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം അമേരിക്കയിലല്ല ജനിച്ചത്, അതുകൊണ്ടാണ്. അമേരിക്കൻ പൗരനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മസ്കിന് വേണ്ടി തന്നെ ഒരാൾ ഇപ്പോൾ കസേരയിലുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഇറാൻ പോലെയുള്ള രാജ്യം മസ്കിനെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നടത്തിയത് അതൊരു ചെറിയ കാര്യമായിട്ട് തള്ളേണ്ടതില്ല. മറ്റൊന്ന്, ഇനി ഇത് വേണ്ടെന്ന് വെച്ചാൽ പോലും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ UN പ്രതിനിധികൾ വന്ന് സന്ദർശിച്ചു. അതിനവർ അനുവദിച്ചു, ഇറാൻ സന്ദർശിച്ചു. അതായത് വന്ന് നോക്കിക്കോളൂ, ഇവിടെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിലേക്കായി. നവംബർ 13 കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന കാര്യമാണ് പറഞ്ഞത്. IAEA പ്രതിനിധികൾ അവിടെ വന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ കണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചു പോയി. ട്രംപ് ജയിച്ചെന്ന് ഉറപ്പാക്കി അതിന് തൊട്ട് പുറകെയാണ് ഇറാൻ ഇങ്ങനെ നിങ്ങൾ വന്നോളൂ നോക്കിക്കോളൂ എന്ന്. അല്ലെങ്കിൽ അതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം, ഈ UN പ്രതിനിധികൾ അവിടെ വന്ന് സന്ദർശിച്ച് തിരിച്ചു പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ നശിപ്പിച്ചു. അപ്പം നെതന്യാഹുവും അന്ന് UN പ്രതിനിധിയായിട്ട് വന്ന് സന്ദർശിച്ച IAEA പ്രധാന ഉദ്യോഗസ്ഥനും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന പല ഫോട്ടോകളും ഒക്കെ എടുത്തിട്ട് യഥാർത്ഥത്തിൽ ഇവർ ഇറാന്റെ ഈ ന്യൂക്ലിയർ സൈറ്റൊക്കെ പോയി മനസ്സിലാക്കി കുറേ വിവരങ്ങൾ നെതന്യാഹുവിന് കൊടുത്തിട്ട് ഇത് ഉടനെ ആക്രമിക്കണം, അല്ലെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വാർത്തകൾ നമുക്ക് കാണാം. എന്താണെങ്കിലും ഇറാൻ UN പ്രതിനിധികളെ അങ്ങോട്ട് വരാൻ അനുവദിച്ചു. തൊട്ട് പുറകെ ഇസ്രായേൽ ഇത് തകർക്കുകയും ചെയ്തു. ഇതൊരു നെറുകേടായിട്ട് വലിയ ചതിയായിട്ട് തന്നെ തോന്നാം. അപ്പം അല്ലാതെ തന്നെ ഇസ്രായേലിനകത്ത് ചെയ്യാൻ കഴിയുമായിരുന്നിരിക്കും. പക്ഷേ അവരിങ്ങനെ വന്ന് അനുവദിച്ച് ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും ഇസ്രായേൽ എന്തിന് അറ്റാക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഇവരൊരു ന്യൂക്ലിയർ ബോംബിൻ്റെ ഫെസിലിറ്റിയും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് സംശയം തോന്നുകയോ, മുളയിലേ നുള്ളിയില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെയും ഒക്കെ ചിന്തിച്ചു പോകാം. പക്ഷേ ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പറയുന്നത് ഒരാൾ കസേരയിലോട്ട് കയറാൻ പോകുന്നതിൻ്റെ ബാക്കിയായിട്ട് ഓരോ രാജ്യങ്ങളും ചില്ലറ സംഭവങ്ങളൊന്നുമല്ല, ഹമാസ് തുടങ്ങി, ഹെസ്ബുള്ള തുടങ്ങി, ഇറാൻ തുടങ്ങി നിന്ന് വിറച്ച്, അല്ലെങ്കിൽ ഇനി കളി മാറും. ബൈഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമട്ടാണ്, എന്തിനോ വേണ്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു എനർജിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രംപിനെ പോലെ വെട്ടൊന്നും മുറി രണ്ട് അങ്ങനെയുള്ളൊരു നയമൊന്നും ഒട്ടും, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന ഒരാളാണ്. ഒബാമയാണെങ്കിൽ ഒരു മയത്തിലുള്ള ഒരാളാണ്. അതൊക്കെ നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ കമല ഹാരിസ് കയറിയാലും ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് അതായിരുന്നു നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നയത്തിൽ പെരുമാറുന്ന ആളുകളുടെ അടുത്ത് മറ്റ് ചില ആളുകൾ ആ അവസരം മുതലെടുത്ത് കളി മാറ്റി കളിക്കാൻ തുടങ്ങും. അവിടെയാണ് ട്രംപിനെ പോലെയുള്ള ഒരു ലീഡറിൻ്റെ ആവശ്യമുണ്ട് എന്ന് ലോകം കരുതുന്നത്. ഇപ്പോൾ അദ്ദേഹം കസേരയിലോട്ട് കയറാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ പലരും അങ്ങ് ഒതുങ്ങുന്നതും സമാധാനം, നെഗോഷിയേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് പലരും പറഞ്ഞിരുന്നത്, ഇപ്പോൾ ട്രംപ് ആയിരുന്നുവെങ്കിൽ, ട്രംപ് ഭരണത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ റഷ്യ ഉക്രൈനിലോട്ട് കയറില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. യുദ്ധം തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ. അതായത് റഷ്യയോട് പോയി കയർത്തിട്ടല്ല, നമുക്ക് എന്ത് കാര്യം. ഇതിപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന യൂറോപ്പിലെ, ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു കൊള്ളാവുന്ന ഒരു രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു തരത്തിൽ അതിന് കാരണക്കാരൻ സെലൻസ്കിയും കൂടി ആണ് എന്ന് പറയേണ്ടി വരും, ഈ കടുംപിടുത്തം. അപ്പോൾ ഇവർ പോരാടേണ്ടതെന്ന് ചോദിച്ചാൽ പോരാടണം, തീർച്ചയായിട്ടും റഷ്യയെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കണം. എന്നാൽ അതല്ല ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും പണവും ഒക്കെ വാങ്ങി യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ പോക്കറ്റ് കാലിയാക്കിക്കൊണ്ടാണ്
ഈ യൂറോപ്പിലുള്ള ഉക്രൈൻ ഇപ്പോൾ റഷ്യയോട് പിടിച്ചു നിൽക്കുന്നത്. റഷ്യയും തളരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അമേരിക്കയും യൂറോപ്പും ഒക്കെ തളരുകയാണ്. യൂറോപ്പിൽ ഈ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങാതിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത ചെലവുകളൊക്കെ എത്രമാത്രം കൂടി. ഇപ്പം മലയാളികൾ തന്നെ യൂറോപ്പിൽ ജീവിക്കുന്നവർ തന്നെ അവിടുത്തെ വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ സാഹചര്യത്തിൽ അത് നിസ്സാരമായൊരു സംഭവമല്ല. എത്രയോ കോടിക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് റഷ്യ, ഉക്രൈൻ, ഈ ബാക്കി വരുന്ന യൂറോപ്പ്, അമേരിക്ക, ലോകവ്യാപകമായിട്ട് എണ്ണ വില വർദ്ധിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ അനാവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ സപ്പോർട്ട് അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭേദമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെ ട്രംപ് പോകുമെന്ന് സെലൻസ്കിക്ക് ന്യായമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ സെലൻസ്കിയും ഒരു തരത്തിലും റഷ്യയോട് വിട്ടുവീഴ്ച ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പോൾ സമാധാനം അല്ലെങ്കിൽ വിട്ടുവീഴ്ച എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് നാളായി തുടങ്ങിയിട്ടെന്നല്ല, ട്രംപ് വിജയിച്ചു, ഇനി ട്രംപാണ് വരാൻ പോകുന്നതെന്ന് എന്നറിഞ്ഞോ അന്ന് മുതൽ എല്ലാവരും, സെലൻസ്കി മുതൽ അങ്ങോട്ട് എല്ലാവരും സമാധാനം, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരാളുടെ പവർ എന്ന് പറയുന്നത്, ഒരു ലീഡറിൻ്റെ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ടെക്കുകൾക്ക് മാത്രമല്ല, നിങ്ങൾ മാർക്കറ്റിംഗ്, സെയിൽസ്, HR, സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്നയാൾ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണിത്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ AI എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ വളരെ വലുതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻകമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക. പരിശീലനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അറിയിപ്പുകളും ഒക്കെ ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രമാണ് ഈ കോഴ്സ് സൗജന്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, വിമർശനങ്ങളും, സംശയങ്ങളും, നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.